love you, love them. അതാണ് ന്യായപ്രമാണം. That's the law. ഗോൾഡൻ ലോ. But the golden law says, ഗോൾഡൻ ലോ പറയുകയാണ്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കും. love your neighbor as you love yourself. ഈ അയൽക്കാരനെ ഇങ്ങനെ സ്നേഹിക്കാനാണ് ഏറ്റവും പ്രശ്നം. That's the most difficult part. As you love yourself, to love your neighbor. അവൻ അയൽക്കാരനാണ്. He is my neighbor. ആകെയുള്ളത് നമുക്ക് 10 സെന്റ്. All I have is അവൻ ആ കല്ലിപ്പുറത്തോട്ട് മാറ്റി വെക്കാവോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. and he is trying to push that cornerstone. ഇവിടെ ആരെങ്കിലും വന്ന ഉടനെ ഇങ്ങനെയാ നോക്കുന്നത്. And we all will look up like that. എന്നതാ സംസാരിക്കുന്നേന്നാ കേട്ടോണ്ടിരിക്കും. Just hearing what is he speaking. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവൾ അപ്പുറത്തുകാരുടെ അടുത്ത് പോയി ഇവിടുത്തെ കുറ്റമാ പറഞ്ഞോണ്ടിരിക്കും. Gossiping. അവളെ എന്നെ പോലെ ഞാൻ സ്നേഹിക്കാം. Can I love her as myself? എന്നിട്ട് വലിയ ദൈവസേവയൊന്നും വേണ്ട. By doing that, I don't want to serve God with that. പക്ഷെ ഞാൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ ആത്മാവോട് But with all my heart and soul, I love God. ഹലോ ഹലോ Hello. അത് പറ്റൂല. That's fake. അതുണ്ടോ ഇത് വരും. If it is that, ഇതുണ്ടോ അത് വരും. it's vice versa. അതില്ലാതെ ഇതും, ഇതില്ലാതെ അതും വരില്ല. വരില്ല വരില്ല വരില്ല. Hallelujah. ഹല്ലേലൂയ. എന്റെ അയൽക്കാരനെ സ്നേഹിച്ചാ പോരാ. It's not that I just love my neighbor. എനിക്ക് സ്നേഹമുള്ളവരെ ഞാൻ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചാ പോരാ. It's not that I love others, just like that I love him. No. ഹല്ലേലൂയ. എന്നെ പോലെ. As myself. അതിന്റെ അകത്ത് എന്തൊക്കെ വരുന്ന ഓർക്കണം. What all things come in. ഞാൻ കഴിക്കുമ്പോ അവനും കഴിക്കണം. When I eat, ഞാൻ ഉടുക്കുമ്പോ അവനും ഉടുക്കണം. when I dress, he also should. ഞാൻ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോ അവനും വാഹനത്തിൽ When I സഞ്ചരിക്കണം. drive in a car, he also should drive. ഞാൻ ദാഹം തീർക്കുമ്പോ അവനും ദാഹം തീർക്കണം. When I'm thirsty, when I drink, he also should be. എനിക്ക് എന്ത് കിട്ടുമ്പോഴും അവനത് കിട്ടണം. Whatever I get, he should also. എന്തെല്ലാം ഈ ശരീരത്തിലേക്ക് ഞാൻ എടുക്കുന്നു അപ്പോഴല്ലോ അയ്യോ ഇതിനകത്ത് ഇനി വേറെ എന്താ പറയണ്ടേ? വേറെ എന്ത് കൽപ്പന എന്റെ അകത്ത് ഇനി പറയണ്ടേ? 613 വേറെ ഏതാ ഇനി പറയണ്ടേ? ഇനി താവോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് പറയാം, കൂട്ടുകാരനുള്ളതിനെ സ്നേഹിക്കരുത്, അവന്റെ വയലിനെ, അവന്റെ നിലത്തെ, അവന്റെ ഭാര്യയെ നിന്റേതാക്കാൻ ശ്രമിക്കരുത്. കൽപ്പനകൾ ഓരോന്ന് വരികയാണ്. കർത്താവ് ഈ ഒരൊറ്റ കൽപ്പനയ്ക്കകത്ത് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് പറയുക, ദൈവസേവ എന്നാൽ മനുഷ്യസേവ, മനുഷ്യസേവ എന്ന് പറഞ്ഞാൽ ദൈവസേവ. Jesus brought everything and compressed into one. He said, serving God is serving man, serving man is serving God. ഹല്ലേലൂയ. Hallelujah. അത് ഹൃദയത്തിൽ എഴുതുക. അതല്ലെങ്കിൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആകും. ഞങ്ങളുടെ സഭ ഒരുപാട് സുവിശേഷീകരണ താല്പര്യരാണ്, ഞങ്ങൾ നാട് മുഴുവൻ സുവിശേഷം ഞങ്ങൾ ലഘുലേഖകൾ ഇറക്കിയിരിക്കുക, അറിയാമോ? Hallelujah. If you don't get the depth of it, you'll shrink to your. നമ്മള് പോകുന്നോടെല്ലാം വായി കൊണ്ടുനടന്ന് ഇത് കൊടുത്തോണ്ടിരിക്കുക. Wherever we go, we are giving pamphlets. അത് ഭയങ്കര എളുപ്പമാണ്. That is easy. 5 രൂപ 10 രൂപ മുടക്കി ലഘുലേഖ പ്രിന്റ് ചെയ്യാൻ എന്നെ എളുപ്പമാണ്. Print some leaflets and give it to people. ഒരു ചാരിതാർത്ഥ്യമാണ് അത് കൊടുക്കുമ്പോഴേ ഉള്ളത് പറയാൻ. You are doing a charity work. ചാരിതാർത്ഥ്യം Out of ഒരു മനസ്സിലൊരു വലിയ സന്തോഷമാണ്. അത് റിലാക്സേഷനാണ്. അത് കൊടുക്കുമ്പോ എന്തൊക്കെയോ ചെയ്തു എന്നൊരു തോന്നല്. a feeling that you have done something. പക്ഷെ യഥാർത്ഥ സുവിശേഷീകരണം എന്നാന്നറിയാമോ? But that is not the real gospel. അത് ആരംഭിക്കേണ്ട എന്റെ അയൽവക്കത്താണ്. It has to start with your neighbor. പക്ഷെ കൊടുക്കുന്നവരാരും ഇന്ന് വരെ അയൽവക്കത്ത് കൊടുക്കുന്ന കണ്ടിട്ടില്ല. But all those who give have never given to the neighborhood. അയൽവക്കത്ത് കൊടുത്താൽ വേറൊരാളെ ആക്കി വെക്കും. Jesus said start in ജെറുസലേം. Continue. യേശു പറഞ്ഞത് ജെറുസലേമിൽ തുടങ്ങാനാ. You start in Jerusalem. And then spread to Samaria. Then Samaria. Judea. And the ends of the world. These places are the neighboring places. Yes. Nearby places. You have to start in Jerusalem. When you shall receive the power of the Holy Spirit. Acts chapter 1 verse 8. പരിശുദ്ധാത്മാവിന്റെ ഉയരങ്ങളിൽ നിന്ന് ശക്തി നിങ്ങൾ പ്രാപിക്കുമ്പോൾ You will be my witness. നിങ്ങൾ എന്റെ In Jerusalem first. ആദ്യം The place where Jesus is crucified, you will be my witnesses. എവിടെ യേശുവിനെ ക്രൂശിക്കപ്പെട്ടോ അവിടെ നിങ്ങൾ And you will be my martyrion. Hallelujah. നിങ്ങൾ എന്റെ രക്തസാക്ഷി. You will be my martyrion. അത് നിങ്ങൾ martyrion ആയി മാറും അവിടെ. Then you will start moving to the next province, that is Judea. Then Samaria, that is next province. Then to the uttermost part of the world, you will be bearing my testimony, my kingdom's gospel. ജുദിയ സമരിയ അതിലെ ലോകമെമ്പാടും നിങ്ങൾ എന്റെ സാക്ഷികളായി പോകണം. Hallelujah. Hallelujah. ഡോക്ടർ ഇതിന്റെ അകത്ത് അങ്ങ് ഫിക്സ് ചെയ്യാൻ കർത്താവ് കൊണ്ട്. ഇത് എന്ത് എളുപ്പമാണെന്ന് നമുക്ക് തോന്നും. കൂട്ടുകാരനെ എന്നെ പോലെ സ്നേഹിക്കുക. It looks like easy, Oh, to love my neighbor. It's easy. It's very easy, kind of. Oh, loving my neighbor. കൂട്ടുകാരനെ സ്നേഹിക്കുക എളുപ്പമാണെന്ന് തോന്നും. പക്ഷെ അവിടെയാണ് ഒരു ഹുക്കുണ്ട് അവിടെ. ആ ഹുക്ക നിന്നെ പോലെ. As yourself. നിന്നെ പോലെ. As yourself. ഫരിസേയരാരാ? Who's the Pharisees?
ഞങ്ങൾ ദൈവസേവ ചെയ്യുന്നവർ, who are serving God. ഞങ്ങൾ അങ്ങയെ സേവിക്കുന്നവർ, We are serving you, Lord. ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സേവിക്കുന്നവർ. With all we have, we are serving you, Lord. ഇവൻ അങ്ങനല്ല കർത്താവേ, But he is not like that. ഇവളങ്ങനല്ല കർത്താവേ. She is not like that. ഞാൻ ഇവളെ പോലെ അല്ലായികയാൽ I am ദൈവത്തെ not like സ്തുതിക്കുന്നു. ഹല്ലേലൂയ. He doesn't fast. കർത്താവ് പറയുക, നിന്നെ പോലെ അവളെ ആക്കുമ്പോഴാണ് നീ വിജയിച്ചത്, Hallelujah. God നീ is doing ദൈവസേവ തുടങ്ങിയത്. it. The moment you make her like yourself, there this starts. Hallelujah. ഇത് പ്രസംഗിക്കാൻ എന്നെ എളുപ്പമാണെന്നറിയാം. Yeah, to preach is easy. You continue. Hallelujah. See, to serve the Lord with all your heart, with all your mind, with all your soul. Do you think it is easy? നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സേവിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്നാണോ? But in certain areas of your mind, you don't serve God, love God. ദൈവത്തെ പൂർണ്ണ ആത്മാവോടെ ചിലപ്പോൾ സേവിക്കാൻ പറ്റിയേക്കാം, പക്ഷെ നമ്മുടെ മനസ്സിന്റെ മേഖലയിൽ പല സന്ദർഭങ്ങളിലും വ്യതിചലനം സംഭവിച്ചേക്കാം. Sometimes you are serving the Lord or worshipping the Lord. നമ്മൾ ചില സ്ഥലങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നവരാകാം. At the same time, your mind is going up to America and coming back. ദൈവസന്നിധി ഇരിക്കുമ്പോഴും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ തുടരുമ്പോഴും പ്രാർത്ഥന ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിങ്ങനെ സഞ്ചരിച്ച് വിടുന്ന് പോയി അമേരിക്ക വരെ എത്താറുണ്ട്. That means you are not serving the Lord with all your mind. മുഴുവൻ മനസ്സോടും കൂടെ ദൈവത്തെ സേവിക്കുന്ന സേവ ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണത്. So you have that some places in your mind or emotions are empty. ആ മേഖലയിൽ ചില വൈകാരിക തലങ്ങൾ കയറി വന്ന് നമ്മുടെ മനസ്സ് ചില സ്ഥലങ്ങളിൽ ശൂന്യമായി കിടക്കുകയാണ്. So in those empty places, Jesus comes and redeems it. ആ മേഖലകളിലാണ് യേശു വന്ന അക്ഷരാർത്ഥത്തിൽ നമ്മെ വിടുവിക്കുന്നത്. So Christ Jesus has to become Lord over that area. ആ ശൂന്യമായി കിടക്കുന്ന മേഖലയിൽ കർത്താവായ യേശു മാറണം. So otherwise what happens when you meet in a situation? ഈ ഒരു സർക്കംസ്റ്റാൻസ് മീറ്റ് ചെയ്യുമ്പോൾ, Circumstance brings in fear and anxiety into your life. ഒരു സാഹചര്യം നമ്മളിലേക്ക് ഭയത്തെ കൊണ്ടുവരുമ്പോൾ, Stirs your emotion. നമ്മുടെ വൈകാരികതയെ അത് ഉണർത്തിയിട്ട് Jesus is not Lord there. യേശു അവിടെ കർത്താവായി മാറാതെ The emotions overtake you. സാഹചര്യം നമ്മെ വല്ലാതെ പരിഭവപ്പെടുത്തും. And you get into fear. നമ്മൾ ഭയത്തിന്റെ കീഴിലേക്കായി മാറും. But at the same time, we are quoting, I love you, Lord, with all your mind, with all your situation. ആ സമയത്തും മനസ്സുകൊണ്ട് പൂർണ്ണമായി ദൈവസേവ ചെയ്യാത്ത സമയത്തും അധരം കൊണ്ട് അല്ലെങ്കിൽ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവമേ ഞാൻ അങ്ങേ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സേവിക്കുന്നു. പക്ഷേ മനസ്സ് പല കാതങ്ങൾ അകലെയാകാം. So when Jesus said, when you are speaking that, when you are telling me that you are loving me with all your heart, with all your soul and mind, നിങ്ങൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുന്നു എന്ന് പറയുമ്പോൾ, another one, love your neighbor as you love yourself. നീ നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. That is very difficult for us. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. Unless you die, നമ്മൾ മരിക്കാതെ, yourself dies, നമ്മുടെ സ്വയാസ്തിക്യം ഇല്ലാതാകാം. and when Jesus comes up alive in you, അതാണ് that's the point. Hallelujah. എന്നിലെ ഞാൻ ഇല്ലാതാകാതെ, എന്നിലെ ഞാൻ മരിക്കാതെ ഒരിക്കലും എനിക്ക് എന്റെ കൂട്ടുകാരനെ എന്നെ പോലെ സ്നേഹിക്കാനാവില്ല. unless myself dies, I cannot love my neighbor as myself. That's the point. Oh God. And everything in the kingdom is a gift from God. ദൈവരാജ്യത്തിൽ സമസ്തവും ദാനമായി നൽകപ്പെട്ടു. We did not love God first. നമ്മൾ ദൈവത്തെ ആദ്യം സ്നേഹിച്ചതല്ല. He loved us first. ദൈവം നമ്മെ സ്നേഹിച്ചതാണ്. Where he loved it on the cross. നമ്മെ കുരിശിലെ മഹാസ്നേഹത്താൽ അവിടുന്ന് സ്നേഹിച്ചു. While we were enemies against him. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നവരും അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിരുന്നപ്പോഴും God demonstrated his love on the ദൈവം തന്നെ cross. മഹാസ്നേഹത്തെ കുരിശിലൂടെ പ്രദർശിപ്പിച്ച് നമ്മെ സ്നേഹിച്ചതാണ്. God sent his only begotten son അവിടുത്തെ ഏകപുത്രനെ നമുക്ക് വേണ്ടി അയച്ചു to redeem the whole mankind. മുഴുവൻ മാനവ കുലത്തെയും രക്ഷിക്കുവാനായിട്ട് പുത്രനെ അയച്ചതാണ്. See, look at the love of the Father. പിതാവിന്റെ മഹാസ്നേഹത്തെ കാണുക. See, one time in my devotion I asked the Lord, ഒരു ദിവസം എന്റെ വ്യക്തിപരമായ ധ്യാനത്തിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, Lord, Jesus, you did every work and redeemed the mankind. നീ എല്ലാ പ്രവൃത്തിയും ചെയ്ത് മുഴുവൻ മാനവരാശിയെ രക്ഷിച്ചു. But Father, പിതാവേ, what is that for you? അത് പിതാവേ, ആ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തി അങ്ങേക്ക് എന്താണെന്ന് ഞാൻ ചോദിച്ചു. That is something, a stunning thing. അത് എന്നെ വളരെ പിടിച്ചുലച്ച ചോദ്യമാണ്. And the Father answered, പിതാവിന്റെ ഉത്തരം വ്യക്തിപരമായ ധ്യാനത്തിൽ എന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, I got every one of my own children back.
പുത്രന്റെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ അങ്ങേക്ക് എന്ത് കിട്ടി പിതാവേ എന്ന് ചോദിച്ചു. പിതാവിന്റെ ഹൃദയത്തിന്റെ ഭാഷ മറുപടി ഇങ്ങനെയായിരുന്നു: പുത്രന്റെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ എനിക്ക് എന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട എന്റെ മനുഷ്യജാതിയെ മുഴുവൻ എനിക്ക് തിരികെ ലഭിച്ചു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും പുത്രനിലൂടെ പിതാവ് കൊടുത്ത വലിയ വിലയുടെ സന്തതികളാണ്. ഹല്ലേലൂയ. പിതാവിന്റെ ഹൃദയത്തിൽ വളരെ വിലപ്പെട്ടവരാണ്. പിതാവായ ദൈവം സ്വന്തം പുത്രനെ താണഭൂമിയിലേക്ക് അയച്ച് കുരിശിൽ മരിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക. രക്തബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുവരികയാണ്. നമ്മൾ ഈ ചില സമയങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാറുണ്ട്. ആ ദൈവം അപ്പോഴും നമ്മെ പിരിയാതെ നമ്മോടൊപ്പം നിൽക്കുകയാണ്. അവിടത്തേക്ക് നമ്മെ വിടാൻ പറ്റും.